ഹലോ ഗൈസ്, എല്ലാവർക്കും ഡയഹാറ്റ് KBFC എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. സോ ഗൈസ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസണിലെ രണ്ടാമത്തെ മത്സരം നടക്കാൻ പോകുന്നത്. ഈസ്റ്റ് ബംഗാൾ FC ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ എതിരാളികൾ. ഈ ഒരു സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം തന്നെ കൊച്ചിയിൽ വെച്ച് പഞ്ചാബിനോട് പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോഴും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വലിയ രീതിയിലുള്ളൊരു വിജയ പ്രതീക്ഷ ഒന്നും ഇല്ല എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതാണ്ട് കൂനുമേ കുരു എന്ന് പറയുന്ന പോലെ ഈ ഒരു മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അഡ്രിയാൻ ലൂണ കളിക്കില്ല എന്നുള്ളൊരു കാര്യം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ മിക്കായൽ സ്റ്റാറെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇന്നത്തെ എതിരാളികളായ ഈസ്റ്റ് ബംഗാൾ FCയുടെ സ്ക്വാഡിലേക്ക് വരികയാണെങ്കിൽ അവരുടെ ഇന്ത്യൻ നിരയാണെങ്കിലും വിദേശ നിരയാണെങ്കിലും ഒരുപോലെ സ്ട്രോങ് ആണ് എന്നുള്ളൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞൊരു സീസൺ വരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ ഉണ്ടായിരുന്ന മധ്യനിര താരമായ ജീക്സൺ സിംഗ് തനോജവും സ്ട്രൈക്കറായിട്ടുള്ള ദിമിത്രിയാസ് ഡയമൻഡക്കോസും ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ താരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ അവർ ആദ്യമായി കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ വന്ന് കളിക്കാൻ പോവുകയാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞൊരു സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾഡൻ ബൂട്ട് വിന്നറാണ് ദിമിത്രിയോസ് ഡയമൻഡക്കോസ്. എന്തായാലും ഇന്ന് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെതിരെ കൊച്ചിയിൽ വന്ന് കളിക്കുന്നതിന് മുന്നേ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? എന്തായാലും ദിമി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിന് മുന്നേ നടന്നിട്ടുണ്ടായിരുന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ മിക്കായൽ സ്റ്റാറെ ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ദിമി പറഞ്ഞ കാര്യവും കോച്ച് പറഞ്ഞ കാര്യവുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോ എന്തായാലും എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ കിടക്കാൻ മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ആ ഒരു ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് നമ്മുടെ ഈ ഒരു ഫാമിലി അംഗമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ അതായത് നമുക്ക് നേരെ പോകാം. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞൊരു സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾഡൻ ബൂട്ട് വിന്നർ ആയിരുന്നു ഗ്രീക്ക് സ്ട്രൈക്കർ ആയിട്ടുള്ള ദിമിത്രിയാസ് ഡയമൻഡക്കോസ്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ FCയുടെ താരമാണ്. ഇന്ന് അദ്ദേഹം ആദ്യമായി കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ പന്ത് തട്ടാൻ പോവുകയാണ്. എന്തായാലും ഇന്നത്തെ മത്സരത്തിന് മുമ്പ് നടന്നിട്ടുണ്ടായിരുന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ദിമി ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് തന്നെ അതേപോലെ ട്രീറ്റ് ചെയ്താണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എന്നും ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനോട് തനിക്കൊരു സ്നേഹവും റെസ്പെക്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. ബട്ട് നിങ്ങൾക്കറിയാലോ, ഇതാണ് ഫുട്ബോൾ. ഞാനിപ്പോൾ ഏത് ടീമിന് വേണ്ടിയാണോ കളിക്കുന്നത് ആ ടീമിന് വേണ്ടി ഗോൾ അടിക്കുക, ആ ടീമിനെ വിജയിപ്പിക്കുക, ആ ടീമിന്റെ നേട്ടങ്ങൾക്കൊപ്പം സഞ്ചരിക്കുക. അതാണ് ആസ് എ പ്രൊഫഷണൽ ഫുട്ബോൾ സ്ട്രൈക്കർ എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ട എന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അതുകൊണ്ട് തന്നെ ഇന്ന് ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോൾ അടിച്ച് തന്റെ ടീമിന് 3 പോയിന്റ് നേടിക്കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്നും ദിമിത്രിയോസ് ഡയമൻഡക്കോസ് വ്യക്തമാക്കുന്നു. വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ദിമി തന്റെ ഓരോ വാക്കുകളും പറഞ്ഞ് അവസാനിപ്പിച്ചത്. എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗൈസ്? ദിമി ഇന്ന് ബ്ലാസ്റ്റേഴ്സിനെതിരെ കൊച്ചിയിൽ ഗോൾ അടിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അടുത്തതായിട്ട് പറയാനുള്ളത്, നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ മിക്കായൽ സ്റ്റാറേയും ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിന് മുമ്പ് നടന്നിട്ടുണ്ടായിരുന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പഞ്ചാബിനെതിരെയുള്ള സീസണിലെ ആദ്യ മത്സരം ഞങ്ങൾ അത്ര നല്ല രീതിയിലൊന്നുമല്ലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ചധികം ഞങ്ങൾ എനർജറ്റിക് ആയിട്ട് കളിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്തായാലും ആദ്യ മത്സരത്തിൽ പറ്റിയ മിസ്റ്റേക്കുകളൊക്കെ രണ്ടാമത്തെ മത്സരങ്ങളിലും തുടർ മത്സരങ്ങളിലും ഒന്നും ആവർത്തിക്കാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. എന്തായാലും ഇന്നത്തെ മത്സരം, അതായത് ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരം, ഞങ്ങൾ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷനുകൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈസ്റ്റ് ബംഗാളിന്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഞങ്ങൾ ഒരുപോലെ തന്നെ അനലൈസ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം അവർക്ക് നല്ല രീതിയിലുള്ള ഇന്ത്യൻ താരങ്ങളും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വിദേശ താരങ്ങളും ഒക്കെ ഉണ്ട് എന്ന്. അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തും. ബട്ട് അവരുടെ പല വീക്ക്നെസ്സുകൾ എന്തെല്ലാമാണെന്ന് കറക്റ്റ് ഒരു വ്യൂ എന്റെ മനസ്സിലുണ്ട് എന്ന് മിക്കായൽ സ്റ്റാറെ പറയുന്നു. എന്തായാലും കോച്ച് വളരെയധികം കോൺഫിഡന്റഡ് ആണ്. നമുക്കും അതിനെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം. എന്തായാലും ഇന്നത്തെ മത്സരം കഴിയുന്നതോടെ നമ്മുടെ പുതിയ പരിശീലകനായ മിക്കായൽ സ്റ്റാറയുടെ ഒരു പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. സോ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ടീമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. ബൈ, സ്റ്റേ ട്യൂൺഡ്.